പ്രൈസ് ദി ലോർഡ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മുടെ സംസ്ഥാന ക്യാമ്പിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ദ്രുതഗതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പലരും രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ കൂട്ടുകാരും ദയവായി എത്രയും വേഗം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഓർപ്പിക്കുകയാണ്. വിശേഷാൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ഈ രജിസ്ട്രേഷന് വേണ്ടി അവരെ സഹായിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. കൂട്ടുകാർക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് ഞങ്ങളെല്ലാവരും ആയിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഗാനപരിശീലനം, ആക്ഷൻ സോങ്ങുകൾ, ആരാധനയുടെ സമയങ്ങൾ, അതുപോലെ തന്നെ ബൈബിൾ ലെസണുകൾ, കഥകൾ, മിഷണറി സ്റ്റോറികൾ, ക്രാഫ്റ്റ്, ഗെയിം, പപ്പറ്റ് ഷോ തുടങ്ങിയുള്ള ആകർഷകമായ പ്രോഗ്രാമുകളാണ് ഈ ക്യാമ്പിലൂടെ ഞങ്ങൾ നൽകുന്നത്. നിശ്ചയമായും ടീൻസിന് വേണ്ടി പ്രത്യേക സെഷൻ ക്രമീകരിച്ചിരിക്കുന്നു. കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്വിസ് തുടങ്ങിയുള്ള പ്രോഗ്രാമുകളിലൂടെ വളരെ ആകർഷകമായ നിലയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്യാമ്പിൽ നിശ്ചയമായും എല്ലാ കൂട്ടുകാരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒക്ടോബർ മാസം 24, 25, 26 തീയതികളിൽ നമുക്ക് ഒന്നിച്ചു കാണാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ് കുട്ടികളെ, നിങ്ങളെല്ലാവരും ഭവനത്തിൽ ക്ഷേമത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥനപൂർവ്വമായിരിക്കും ഇന്നത്തെ സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ വന്നത്, അല്ലേ? എന്നാൽ കഴിഞ്ഞ കുറേ പാഠങ്ങളിലും നമ്മൾ പഠിക്കുന്ന ഓരോന്നും നിങ്ങൾ അതിൻ്റെ വായന ഭാഗം നോക്കി അത് ബൈബിളിലെടുത്ത് ആ അധ്യായങ്ങൾ വായിക്കുകയും ഈ ചാപ്റ്റേഴ്സ് ഇച്ചിരിയും കൂടെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഒക്കും, ഇത് നല്ലപോലെ വായിക്കുമ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. അതുപോലെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടത് അതെ, ശിഷ്യന്മാർക്ക് ഒരു മാതൃകയായി തീർന്ന യേശുവിനെ കുറിച്ച്, അല്ലേ? യേശുപ്പച്ചൻ എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ കാല് കഴുകി ഒരു മാതൃക നമുക്ക് വെച്ചേച്ചു പോന്നു, അല്ലേ? എങ്ങനെയാണ് വിനയത്തോടെ, സ്നേഹത്തോടെ, കരുതലോടെ ജീവിക്കണം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കണ്ടു. എന്നാൽ ഇന്ന് 31-ാമത്തെ പാഠത്തിൽ നമ്മൾ ഗെത്ശമനയിലെ ക്രിസ്തുവിനെ കുറിച്ചാണ് കാണുന്നത്. നമ്മൾ പോലീസുകാർ കള്ളന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്ന രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ ടി വിയിലെ ന്യൂസിൽ കണ്ടു കാണും, അഥവാ നേരിട്ട് കണ്ടു കാണുകയും ചെയ്തായിരിക്കും, അല്ലേ? ഈ പോകുന്ന സമയത്ത് ഈ കുറ്റവാളികൾ ആരെങ്കിലും ചിരിച്ചുകൊണ്ട് അതോ പ്രസന്നതയുള്ള മുഖത്തോടെയാണ് പോകുന്നത്? അല്ല, അല്ലേ? വാടിയ മുഖത്ത്, നിരാശയോടെ, ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് അവർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ യേശുവിനെ പടയാളികൾ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോയതിന് മുമ്പായിട്ട് നമ്മുടെ യേശുപ്പച്ചൻ ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കളങ്കവുമില്ലാത്ത യേശുപ്പച്ചനെ ക്രൂശിക്കാൻ വേണ്ടി പടയാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് തന്നെ യേശുപ്പച്ചൻ തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇതെല്ലാം നടന്ന് വളരെ പ്രശസ്തിയേറിയ ഒരു ഗാർഡനാണ് ഗെത്സമന തോട്ടം. അവിടെ വെച്ചാണ് ഇതെല്ലാം നടക്കുന്നത്. ഇന്ന് നമ്മൾ വിശുദ്ധമായിട്ട് ആ തോട്ടത്തിൽ എന്തൊക്കെ നടന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. പിള്ളേരെല്ലാം ശ്രദ്ധയോടെ ആയിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കഴിഞ്ഞ പാഠത്തിൽ യേശുവും ശിഷ്യന്മാരും കൂടെ പെസഹ ഭക്ഷിച്ചത് നമ്മൾ കണ്ടു, അല്ലേ? ഇവർ പെസഹ ഭക്ഷിച്ച ശേഷം ഒലിവുമലയിലേക്ക് ഇവർ പോയി. ഇനി അവർ ഒലിവുമലയുടെ ഒരു ചെരുവിൽ കിദ്രോൻ തോട് ഉണ്ട്. അതിൻ്റെ അക്കരെയാണ് ഗെത്സമന എന്ന് പറയുന്ന ഈ തോട്ടം. ഗെത്സമനയ്ക്ക് അർത്ഥമുണ്ട്. എണ്ണച്ചക്ക എന്നാണ് ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം. യേശു ശിഷ്യന്മാരുമായിട്ട് പലതവണ ഗെത്സമനയിൽ പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാനും അവിടെ വിശ്രമിക്കാനും. ഇതെല്ലാം നമ്മൾ മർക്കോസ് 14-ന്റെ 32-ഉം ലൂക്കോസ് 22-ന്റെ 39-ലും കാണുന്നുണ്ട്. അവിടെ എന്ത് ചെയ്തു? യേശു ഈ ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് പോയി. അവിടെ ആ രംഗമെല്ലാം ഈ അധ്യായങ്ങളിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഇനി പെസഹ കഴിച്ചതിൻ്റെ ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ ഇസ്കരിയോത്ത് ഇറങ്ങിപ്പോയി. താൻ എന്തിനായിരിക്കാം ഇറങ്ങിപ്പോയത്? അതെ, യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. ഇത് ശിഷ്യന്മാർക്ക് യേശു എന്ത് ചെയ്തു? അത് പല സമയത്ത് ആ പെസഹ കഴിക്കുമ്പോൾ എല്ലാം പല അടയാളങ്ങൾ കൊടുത്തിട്ട് തന്നിൽ ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്നെല്ലാം യേശു ഒരു സൂചനയായിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു. ഇനി ഈ 11 ശിഷ്യന്മാരുമായിട്ട് യേശു ഗെത്സമന തോട്ടത്തിലോട്ട് പോകുവാണ്. 11 പേരെയും
യേശു അപ്പച്ചൻ കൂടെ കൊണ്ടുപോയി. അതിൽ നിന്ന് 3 പേരെ സെലക്ട് ചെയ്തിട്ട് യേശു എന്ത് ചെയ്തു? അവർ 3 പേരുമായിട്ട് ഇച്ചിരിയും കൂടെ മുമ്പോട്ട് പോയി. ബാക്കിയുള്ളവർ അവിടെ ഇരുത്തിയിട്ട് 3 പേരുമായിട്ട് പോയി. ആ 3 പേരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ആരാ? പത്രോസ്, യോഹന്നാനും യാക്കോബ്. ഇവരെ യേശുപ്പച്ചൻ യായിറോസിന്റെ ഭവനത്തിലും മരുരൂപ മലയിലും എല്ലാം ഈ 3 ശിഷ്യന്മാരെ പ്രത്യേകമായി കൊണ്ടുപോയതായിട്ട് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഇവരുമായിട്ട് യേശു അപ്പച്ചൻ എന്ത് ചെയ്തു? മുമ്പോട്ട് പോയി. എന്നിട്ട് ഇവരെ അവിടെ ഇരുത്തിയിട്ട് ഒരിച്ചിരി ദൂരം അവരിൽ നിന്ന് മാറിയിട്ട് യേശു എന്ത് ചെയ്തു? മുട്ടുകുത്തി കവിണ് വീണ പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യഹൂദന്മാർ തന്നെ പിടിച്ച് ക്രൂശിക്കാൻ പോകുവാന്ന് യേശുവിന് മനസ്സിലായപ്പോൾ യേശുപ്പച്ചൻ എന്നെ ചെയ്തു? യേശുപ്പച്ചൻ ആ അതിവേദനയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. താൻ അനുഭവിക്കാൻ പോകുന്നതും എല്ലാം യേശുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ സമയത്ത് യേശുപ്പച്ചൻ എന്ത് ചെയ്തു? അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കവിണ് വീണാണ് താൻ പ്രാർത്ഥിച്ചത്. കവിണ് വീണ് താൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ മരണവേദന എല്ലാം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ മരിക്കുന്നതിന് മുമ്പ് മരണവേദന അനുഭവിച്ചിട്ടുള്ളത് യേശു മാത്രമാണ്. അതീവ ശ്രദ്ധയോടെ യേശു പ്രാർത്ഥിച്ചപ്പം തൻ്റെ പ്രാർത്ഥിക്കുന്നതിനിടെ വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെ ഇങ്ങനെ വീഴാൻ തുടങ്ങി. ആരും മുറിവേൽപ്പിക്കാതെ, ഒരു മനുഷ്യനും മുറിവേൽപ്പിക്കാതെ തൻ്റെ സ്വന്തം ശരീരത്തിൽ അതെല്ലാം അനുഭവിച്ച് വേർപ്പ് തുള്ളികൾ രക്തത്തുള്ളി പോലെ തൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുമായിരുന്നു. ഈ സമയത്ത് യേശു അപ്പച്ചൻ എന്ത് ചെയ്തെന്നോ? കർത്താവ് ആ മരണവേദനയിലായി മരിക്കും മുമ്പേ തൻ്റെ സ്വന്തം ശരീരത്തിൽ ഇത് ഏൽക്കുവാണ്. ഇത് ആർക്ക് വേണ്ടിയാണ്? വേണമെങ്കിൽ ഇത് നീങ്ങിപ്പോകായിരുന്നു. ആ സമയത്ത് യേശു അപ്പച്ചൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഈ പാനപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം എല്ലാം വഹിച്ച് യേശുപ്പച്ചൻ ആ കാൽവറി ക്രൂശിൽ മരിക്കാൻ പോവാണ്. ആ വേദന അതെല്ലാമാണ് പാനപാത്രം എന്ന് യേശുപ്പച്ചൻ ഉദ്ദേശിച്ചത്. പിതാവിനോട് പറയാ, പിതാവേ, കഴിയുമെങ്കിൽ ആ പാനപാത്രം നീങ്ങി പോകണമേ, എങ്കിലും അത് നിന്റെ ഹിതമായിരിക്കട്ടെ എന്ന് പറഞ്ഞ് യേശുപ്പച്ചൻ പ്രാർത്ഥിച്ചു. ഈ അതീവ ശ്രദ്ധയോടെ വേദന ഘട്ടത്തിൽ യേശുപ്പച്ചൻ പ്രാർത്ഥിച്ചെങ്കിൽ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരിശോധനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം. അതുപോലെ പിതാവിൻ്റെ ഇഷ്ടം ചോദിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? ആ പാനപാത്രം നീങ്ങിപ്പോകണം എന്ന് യേശുപ്പച്ചൻ പ്രാർത്ഥിക്കുമ്പോൾ വേണമെങ്കിൽ ആ പാനപാത്രം നീങ്ങിപ്പോകാമായിരുന്നു. നീങ്ങിപ്പോകുമായിരുന്നെങ്കിൽ പകരം നമ്മളായിരുന്നു ആ സ്ഥാനത്ത് മരിക്കേണ്ടത്. അതോർത്ത് യേശു എന്ത് ചെയ്തു? ആ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്തി. എങ്കിലും നിന്റെ ഹിതം, അങ്ങനെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്ന ഒരു യേശുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. തൻ്റെ സ്വന്തം ശരീരത്തിൽ താൻ അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമുക്ക് വേണ്ടി യേശുപ്പച്ചൻ തൻ്റെ ശരീരത്തിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് അനുഭവിക്കുകയും ഇത് വേർപ്പ് തുള്ളിയ രക്തമായി തീരുകയും ചെയ്തു. യേശു അതിവേദനയോടെ പ്രാർത്ഥിച്ച ശേഷം ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ യേശു കാണുന്നത് അവർ ഉറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. 8 പേരും 3 പേരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരെല്ലാം ഉറങ്ങുവാണ്. യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, ഒരു നാഴിക പോലും എന്നോട് കൂടെ ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്ന് യേശു ചോദിച്ചു. യേശുവിന് അവരോട് മനസ്സലിവാണ് തോന്നിയത്. എന്നിട്ട് യേശുപ്പച്ചൻ പറയുക, ആത്മാവോ ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ഇങ്ങനെ പറഞ്ഞ ശേഷം യേശു അവരോട് പറയാം, പരീക്ഷയിൽ തോറ്റുപോകാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് ശിഷ്യന്മാരോട് പറയുന്നു. ഇങ്ങനെ 3 വട്ടം താൻ ഗെദ്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ച ശേഷം യേശുവിൻ്റെ ശിഷ്യനായ യൂദ ഇസ്കരിയോത്ത, റോമ പടയാളികളും മത നേതാക്കളും എല്ലാവരുമായിട്ട് യേശുവിനെ പിടിച്ചു കൊണ്ടുപോകാൻ അഥവാ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി വരുവാണ് ആ തോട്ടത്തിൽ. യൂദയ്ക്കറിയാം, പലപ്പോഴുമായിട്ട് യേശുപ്പച്ചൻ്റെ കൂടെ ഈ തോട്ടത്തിൽ യൂദയും മറ്റു ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. അങ്ങനെ അവർ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ മത നേതാക്കളുടെ കയ്യിൽ നിന്ന് 30 വെള്ളിക്കാശ് കൈപ്പറ്റിയിരുന്നു.
എന്നിട്ട് അവരോട് ഒരു അടയാളവും പറഞ്ഞു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവരെ നിങ്ങൾ പിടിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും വന്നു. യൂദ ആകട്ടെ യേശുവിനെ ചുംബിക്കുമ്പോഴും യേശു തന്നെ വിളിക്കുന്നത് സ്നേഹിത എന്നാണ്. ഈ സമയത്ത് യേശുവിനെ അവര് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു. നാണക്കേടും നിന്നയും എല്ലാം സഹിച്ച് താൻ ആ തോട്ടത്തിൽ നിന്ന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമായിരുന്നു. യേശുവിന് വേണേ ആ സാഹചര്യത്തിൽ ഓടിപ്പോകാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ യേശുപ്പച്ചൻ തന്നെ നമുക്ക് വേണ്ടി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ആ നാണക്കേടും നിന്നയും എല്ലാം സഹിച്ച് യേശുവിനെ അവർ ആ തോട്ടത്തിൽ നിന്ന് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ശിഷ്യന്മാരെവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. യേശുപ്പച്ചൻ അവരോട് പറഞ്ഞായിരുന്നു, പരീക്ഷയിൽ തോറ്റു പോകാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. കുഞ്ഞുങ്ങളെ, നമ്മൾ യേശുവിനെ തള്ളിപ്പറയോ അഥവാ ഒരു സാഹചര്യം വരുമ്പോൾ യേശുവിനെ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണമെന്നോ, നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊരു മാതൃകയായിട്ട് യേശുപ്പച്ചൻ പ്രാർത്ഥനയിലും അതിലെല്ലാം യേശുപ്പച്ചൻ പിതാവിൻ്റെ ഹിതം നിറവേറാൻ വേണ്ടി ഏൽപ്പിച്ചത് കൊടുത്തതുപോലെ നമ്മളും ഈ പാഠത്തിലൂടെ കണ്ടതുപോലെ നമ്മളും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ നമ്മളും അപ്രകാരം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുവാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെന്നാൽ ഇന്നത്തെ മനപ്പാഠവാക്യം നോക്കിയാലോ? ഇന്നത്തെ മനപ്പാഠവാക്യം ലൂക്കോസ് 22:44 പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വീർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. അതിൻ്റെ ഇംഗ്ലീഷ് ഇങ്ങനെയാണ്: ആൻഡ് ബീയിങ് ഇൻ ആൻ ആഗണി ഹി പ്രേഡ് മോർ ഏർണസ്റ്റ്ലി ആൻഡ് ഹിസ് സ്വെറ്റ് വാസ് ആസ് ഇറ്റ് were great drops of blood falling down to the ground. Luke chapter 22 verse 44. അതാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. അന്ന് നമുക്ക് ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? നമുക്കിന്ന് 8 ചോദ്യങ്ങളാണ് ഉള്ളത്. ഗെത്സമന തോട്ടം എവിടെയായിരുന്നു? ഒന്നാമത്തെ ചോദ്യം, ഗെത്സമന തോട്ടം എവിടെയായിരുന്നു? Where was the garden of Gethsemane? രണ്ടാമത്തെ ചോദ്യം, അർത്ഥം എഴുതുക. ഗെത്സമന, റൈറ്റ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഗെത്സമനെ. 3, യേശു തന്നോട് കൂടെ പ്രത്യേകം കൂട്ടിക്കൊണ്ടുപോയ 3 ശിഷ്യന്മാർ ആരെല്ലാം? Which were the 3 disciples separately called by Jesus with him? 4, യേശു ഗെത്സമന തോട്ടത്തിൽ പോയപ്പോൾ പ്രത്യേക ഉദ്ദേശം എന്തായിരുന്നു? What was the special motive for Jesus to go to Gethsemane? 5, പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് യേശു പ്രാർത്ഥിച്ചതിൽ പാനപാത്രം എന്ന് അർത്ഥമാക്കുന്നത് എന്ത്? Take away this cup of suffering from me. What does the cup mean? 6, ഉറങ്ങുന്നവനായി കാണപ്പെട്ട പത്രോസിനോട് യേശു എന്ത് ചോദിച്ചു? Seeing Peter who was fast asleep, what did Jesus ask him? 7, ഗുരുദ്രോഹിയായി മാറിയ ശിഷ്യൻ എത്ര വെള്ളിക്കാശിനാണ് അവൻ ഒറ്റിക്കൊടുത്തത്? Which disciple betrayed Jesus and for how much silver coins? 8, ഗെത്സമനയിൽ ഉണർന്ന് പ്രാർത്ഥിക്കാത്ത ശിഷ്യന്മാർക്കുണ്ടായ പരാജയം എന്ത്? What defeat happened to the disciples who failed to pray at the Gethsemane? നമ്മുടെ ഇന്നത്തെ ടാസ്കാണ് 126 പേജ് 126. കൂട്ടുകാർ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാറുണ്ടോ? അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് നാം ജീവിക്കണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള പ്രവൃത്തികൾക്ക് നാം നിറം നൽകുക. അനുസരണം, തെറ്റായ കൂട്ടുകാർ, വഴക്ക് കൂടുക, പ്രാർത്ഥന, ഉപവാസം, ദേഷ്യപ്പെടുക, നന്മ ചെയ്യുക. ഇതിലേതാണ് അത് നിങ്ങൾ നിറം കൊടുക്കണം. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചാലോ? കുഞ്ഞുങ്ങളെല്ലാം കൈകൂപ്പിക്കേ. പ്രിയ പിതാവേ, ഞങ്ങളെ തന്നെ അങ്ങനെ കരങ്ങളിലോട്ട് സമർപ്പിക്കണോ. ഇന്ന് ഞങ്ങൾ ഈ പാഠത്തിൽ കണ്ടതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ പോലെ ഞങ്ങളുടെ പ്രയാസഘട്ടത്തിൽ, വേദനഘട്ടത്തിൽ അങ്ങേൽ പൂർണ്ണമായി ആശ്രയിച്ച് യേശുപ്പച്ച അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ ഇതൊരു മുഖാന്തരമാക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗാഡ് ബ്ലെസ് യു ഓൾ.